ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ബറ്റാറ്റ ബാജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബറ്റാറ്റ ബാജിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ പച്ചക്കറികൾ പ്രത്യേകിച്ചും ഉരുളക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കിഴങ്ങ്, തക്കാളി, ഉള്ളി, പിന്നെ പച്ചമുളക് എന്നിവ, പിന്നെ ക്യാരറ്റ് എന്നിവ ഓൾറെഡി എടുത്തു വെക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മളത് മുറിക്കേണ്ട പാകത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ പച്ചമുളക് നെടുകെ കീറിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മറ്റും വെജിറ്റബിൾസും വലിയ പീസസ് ആയിട്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് കുക്കറിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കഷ്ണങ്ങളും മുറിച്ച ശേഷം നമ്മൾക്ക് ഇതിന് ആവശ്യമായ മസാല ചേരുവകൾ, അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ആവശ്യത്തിന് ചേർക്കുക. പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. 2 വിസിലിന് ശേഷം മാത്രം നമ്മൾ കുക്കർ തുറന്നു നോക്കാം. കുക്കർ തുറന്ന ശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നമുക്ക് ബറ്റാറ്റ ബാജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ ചെറിയ ചീനച്ചട്ടിയിലോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും ജീരകവും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടെ പൊട്ടിക്കാം. അതിലേക്ക് ഒരു പിടി കറിവേപ്പില, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില ചുവന്ന മുളക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ പൊട്ടിച്ച ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഇത് ആവശ്യത്തിന് അനുസരിച്ച് ചോറിനോ ചപ്പാത്തിക്കോ അതുപോലെ തന്നെ ദോശക്കോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബറ്റാറ്റ ബാജിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പുതുതായി ആരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ, ഹർദേവ്സ് കിച്ചൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.